കഴിക്കണേ? ആ പൂരിയാണ് കഴിക്കണല്ലേ? എല്ലാം പഠിച്ചാ? എന്ത് പുറത്തു നിൽക്കണേ? ഓ ആശുപത്രി പോയാലോ നോക്കി ഇരിക്കുകയാണല്ലേ? ആ രചിച്ച എന്തുകൊണ്ട് വരും? മുട്ടായി കൊണ്ടുവരായിരിക്കും അല്ലേ? എന്തൊന്നും മിണ്ടാത്തത്? ആ എന്തൊരു പാടാന്തോ. ആ എന്താണ്? ചെല്ലുന്നു, കാണിക്കുന്നു, പല്ലുറയ്ക്കുന്നു. അച്ഛോ ഒരു കുഞ്ഞു കുറ്റിപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പറിച്ചു കളയാന്ന്. അപ്പൂപ്പൻ പറഞ്ഞു എനിക്ക് പഞ്ചാരി ഉപ്പൊന്നും ഇല്ല, ഇപ്പൊ തന്നെ പറിച്ചേക്കാൻ പറഞ്ഞ് പറിച്ച്. എങ്ങനെയുണ്ട്? പ്ലേറ്റ് ഒക്കെ അവിടെ ചേണക്കേശ പ്ലേറ്റും കൊടുത്തോളാം. ശരി. ശങ്കരനെ എത്തിയാ? പല്ല് പറിച്ചായിരുന്നോ? അങ്ങനെ ശങ്കരന്റെ അവസാനത്തെ പല്ലും പൊമ്പളരെ അടിച്ചിളക്കി. അച്ഛോ ശങ്കരപ്പൂവിന് ഭയങ്കര ധൈര്യം തന്നെ കേട്ടാ. ആ എത്ര പല്ല് നാട്ടുകാർ അടിച്ചിളക്കിയിട്ടുണ്ട്. ഈ പല്ല് പറിച്ച ആളെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചാലേ ബ്ലഡ് ബ്ലീഡ് ചെയ്യും. ബ്ലീഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കണേ? എവിടെ ബ്ലഡ് ഇരിക്കണ്? അന്ന് പല്ലില്ല, ഇന്ന് പല്ല് ഊരിയപ്പോ തന്നെ ഒരു തുള്ളി ചോര വന്നില്ല. എടാ അത് ഡെഡ് ആയ പല്ല, അതുകൊണ്ട് ബ്ലഡ് വരാഞ്ഞ്. അത് ഈ കമ്പനി ഡെഡ് ആയിരിക്കല്ലേ? എന്തായി? ഓപ്പറേഷൻ സക്സസ്. അപ്പൊ തങ്കം ചേച്ചിക്ക് ജോലി കുറഞ്ഞു കിട്ടി. ചുമ്മാ കളിക്കാൻ അവിടെ പോയി ഇരിക്കണം. പോണ എത്ര രൂപയായി? അതൊന്നും കുഴപ്പമില്ല, ചെന്ന ഫ്രണ്ടിന്റെ ക്ലിനിക് അല്ലേ, കുഴപ്പമൊന്നുമില്ല. എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യം ഇഷ്ടം പോലെ പൈസ ഉണ്ട് ലച്ചിന്റെ കയ്യിൽ. എങ്ങനെ ചെലവാക്കണമെന്ന് അറിവുകൂടെ അടക്കുകയാണ്. ഇത് ഇങ്ങനെ അങ്ങനെ ഒരു ഉപകാരം അവള് ചെയ്തല്ലോ മക്കളെ. കൊള്ളാം അച്ഛാ. ഇപ്പൊ ഞാൻ നല്ല കാര്യം ചെയ്താൽ അതും പ്രശ്നമാണോ? അപ്പോ ഗുളിക കഴിക്കണ്ടേ? അണ്ണ ഭക്ഷണം സൂക്ഷിച്ച് കഴിക്കണം. കട്ടികളൊന്നും കഴിക്കണ്ട കേട്ടാ, കഞ്ഞി കുടിച്ചാൽ മതി. നീലു നല്ല നാടൻ മുറ്റിയ നാടൻ ചിക്കൻ വാങ്ങിച്ച് വാരത്തരച്ച് നല്ല കോഴിക്കറി വെച്ച് കൊടുക്കേ, കടിച്ച് വരിക്കില്ല. അല്ലടാ നിങ്ങൾ എന്താണ് ഈ ആംഗ്യം കാണിക്കുന്നത്? എന്തിനാണ്? അച്ഛന് കുറച്ചു വച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അപ്പൊ വായിന്ന് പഞ്ഞെടുക്കട്ടെ, അവിടെ തന്നെ ഇരിക്കട്ടെ. അച്ഛാ പിന്നെ പല്ല് ഇളക്കി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴേ ഡോക്ടർ പറഞ്ഞു അപ്പൊ പിന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ. നമ്മള് മേടിച്ചു കൊടുത്ത് പകുതി കഴിച്ചോളൂ. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ പല്ലെടുക്കുമ്പോഴുള്ള വേദനയുണ്ടല്ലോ, അത് കുറച്ചു നേരത്തിന് മരവിച്ചേക്കും. അതാണ് ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞത് അല്ലേ? പല്ലെടുക്കണമെങ്കിൽ ഐസ്ക്രീം കഴിക്കണം. അണ്ണാ അണ്ണാ ഇങ്ങോട്ട് നോക്ക്. കിടന്ന് കഥകൾ കാണിക്കാതെ അവിടെ എവിടെയും പേരി പോ. നോക്കണത് കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നേരത്തെ കിടന്ന് ആ ഈ ഊന്നൊക്കെ വിളിച്ച് ഇപ്പൊ എന്ത് കാര്യമൊന്നും ഇല്ല. ഇപ്പൊ തങ്കം ചേച്ചിനെ അവിടുന്ന് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കോ? അവർക്ക് അടിച്ചിറക്കാനുള്ള പല്ലല്ലേ ഇവിടെ പിള്ളേർ അടിച്ചു വാങ്ങിയത്. ഇതെന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. വാ ഭക്ഷണം കഴിക്കാവാ. കിടന്നുറങ്ങി പോയി. ഒരു ആശ്വാസം ഉണ്ടല്ലേ? റെസ്റ്റ് എടുക്ക. പോയി പോയി പോയി. ഓരോ ദിവസം ഓരോ പല അടിച്ചിളക്കണം. അപ്പൊ എല്ലാ ദിവസവും ഉണ്ടാകാതിരിക്കാം, നമുക്ക് സ്വസ്ഥത കിട്ടും. പോട്ട് അല്ല എല്ലാം കഴിഞ്ഞ് ഞാൻ വരും. ഒറ്റ പല്ലാണല്ലോ. സുരേന്ദ്ര, ഇപ്രാവശ്യത്തെ കുളത്തൂർ ഉടുപ്പര തൂക്കത്തിന് ഞങ്ങൾ എന്തായാലും എത്തിയിരിക്കും. അതിന് സൈറ്റിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കറക്റ്റ് എത്തിയിരിക്കും. പക്ഷെ ഒരാഴ്ച മാറിയിരിക്കുമ്പോഴുള്ള അവസ്ഥയായിരിക്കും കേട്ടാ. എല്ലാവർക്കും ഭയങ്കര തിരക്കല്ലാണ്. ആർക്കും ആരെയും പകരക്കാരനാവാൻ പറ്റൂലല്ലോ. ഇതാണ് ഇത് ഈ ചിന്താഗതിയാണ്. ഇവിടെ 15 വേണം പണിയെടുത്ത് നടു പണിഞ്ഞിട്ട് വല്ലപ്പോഴേക്കും ടൂർ പോകുമ്പോൾ നാട്ടുകാർ പറയും ഇതാണ് സൂചിക്കാൻ പോകണം, നിനക്ക് എവിടെ പോകണം, ഊരി വിറ്റാൻ പോകണം, ഈ പൈസ കിട്ടുന്നത് വേറെ ഒന്നും ചിലവാക്കിക്കൂടെ. ഇത്രയും ഉയർന്ന ചിന്താഗതിയായിട്ട് സംസാരിക്കുന്നുണ്ട് ആൾക്കാർ. ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുത്തരുമില്ല. 100% അച്ഛൻ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. അത് ശരിയാണ്. ഞാൻ ശരി. നിന്നെ പോലെ 24 മണിക്കൂർ കടക്കാത്ത കുത്തിയിരിക്കണമാരാണ് ഇതൊക്കെ പറഞ്ഞു വരുത്തുന്നത്. പണപ്പിശായ പൈസ എന്നുള്ള ആർത്തി മാത്രമേ ഉള്ളൂ. ഇവിടെ വല്ലപ്പോഴേക്കും മനസ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടൂറുകൾ പോകണോടാ, സ്ഥലങ്ങൾ കാണണോടാ.
സുരേന്ദ്ര എന്തോന്ന് മക്കളെ ഇത് പറയാനായിട്ട് ഞാൻ അവനെ പിടിച്ചു വെച്ചിരിക്കും പോലെയാണ്. അച്ഛോയ് ആ അച്ഛാ ആ അണ്ട് ഇവക്ക് പല്ലുവേനെന്ന്. അയ്യോ പല്ല് വരെ തന്നെ മക്കളെ അച്ഛൻ ഭയങ്കര വേദന. ഭയങ്കര വേദന. മുട്ടായി ഒരുപാട് കഴിക്കണോണ്ടായിരിക്കും. വാ നോക്കട്ടെ കൊള്ളാല്ലേ. ആ ഇതെവിടെ ഇത് പോണത് കാണാനില്ലല്ലേ? ഏത് ഭാഗത്താണ്? അവിടെ എവിടെ? അവിടെ അങ്ങത്താ? ഇല്ല ഇവിടെ ഒന്നും കാണാനില്ല. ആ ഇത് തുരുമ്പടത്തെ ഗേറ്റ് പോലെ കുറച്ച് പല്ല് മുമ്പിലുണ്ട്. അത്രേ ഉള്ളൂ. ഉച്ചപ്പല്ലായിരിക്കും വേദന. കുറ്റിപ്പല്ലില്ല. ആ അച്ഛാ എവിടെ കുറേ നേരമായിട്ട് പറയാനുണ്ട് ഇവക്ക് ഭയങ്കര വേദന. മക്കൾക്ക് തോന്നണായിരിക്കും. അല്ല ഭയങ്കര വേദന. ചേടാ ഇത് കൊള്ളാല്ലേ. ചെറിയ വേദനയ്ക്ക് വെച്ചാ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. നമുക്ക് എന്ത് വന്നാലും ചെറിയ വേദന, ചേച്ചിക്ക് വന്നാൽ വലിയ വേദന. എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറയാനുള്ള പ്രശ്നം തീർന്നല്ലോ. അല്ല ഇതിന് മുന്നേ നിനക്ക് പല്ലുവേദന വന്നിട്ടുണ്ടോ? കൂടെ വെച്ച് വന്നിട്ടുണ്ട്, അത് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല. അച്ഛാ പണ്ട് എനിക്ക് സ്ഥിരം പല്ലുവേദന എടുത്തില്ലായിരുന്നു. തീരാൻ പല്ലുവരായിരുന്നു പല്ലേക്കാത്തോട്ട്. അണ്ണാ ഇതുപോലെ ഒരു ദിവസം എനിക്ക് പല്ലുവേദന വന്നു. സത്യമായിട്ട് ഒരു കോള കണ്ണടച്ചിട്ടില്ല 2 ദിവസം. തലയും കുത്തിയാണ് ഞാൻ നിന്നത്. അവസാനം ആശുപത്രി പോയി പല്ലെടുത്ത് കളഞ്ഞത് ഇവിടത്തെ. ആ ഇപ്പൊ കുഴപ്പമില്ലല്ലേ? അണപ്പല്ലായിരുന്നു. അതിനുശേഷം ഇന്നേ അവരെ പല്ലുവേദന സാധനം. ഈ പല്ലില് പോട്ടുണ്ടെങ്കിലേ പോട്ടിന് വയ്ക്കാൻ വേണ്ടി എനിക്കൊരു ഉഗ്ര മരുന്നറിയാം. നമ്മുടെ ഒരു വൈദ്യം പറഞ്ഞു തന്നെയാണ്. അച്ഛൻ ഇവളുടെ പല്ലുവെപ്പ് കണ്ടിട്ടുണ്ടോ? ആ ബ്രഷിന്റെ തുമ്പത്ത് ഇച്ചിരി പേസ്റ്റ് വയ്ക്കും, എന്നിട്ട് ഇങ്ങനെ ഒരു വര ഇങ്ങനെ ഒരു വര കഴിഞ്ഞു ഇവളുടെ പല്ലുവെപ്പ് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ പല്ലുവേദന വരാതിരിക്കണേ? അച്ഛാ നോക്കച്ചാ, എന്നെ കുറ്റം പറയുന്നു. ലക്ഷ്യായി ആ ഞാൻ കുറ്റം പറയും. എന്റെ കൊച്ചിനെ കുറ്റമൊന്നും പറയരുത് കേട്ടാ. ഇല്ല ഇല്ല പറയില്ല. മക്കളിഞ്ഞു വാ, ചിറ്റപ്പന്റെ അടുത്ത് വന്നിരിക്കും. വാ അവിടെ വന്നിരുന്ന പല്ലുവേദന മാറുമോ? അമ്പടി ഇനി പഠിക്കാനും പറ്റത്തില്ല. അയ്യോ അതാണ് അവളുടെ ഏറ്റവും വലിയ സങ്കടം. അതെ അതെ, ഇവക്ക് കഴിക്കാതിരിക്കാം കളിക്കാതിരിക്കാം, പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റൂല. അയ്യോ ഭയന്നോടെ കളിയാക്കുന്ന. അയ്യോ കളിയാക്കിയതൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഞാനില്ലേ അമ്മയുടെ അടുത്ത് പോയി പറയട്ടെ, ഇവരോട് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് കൊച്ചു നന്നായിട്ട് അറിയാം. ഒരു കാര്യമില്ലെന്ന്. ഇതെന്തിനുള്ള പല്ലുവേദനയൊക്കെയാന്ന് നമുക്കറിയാം. ചുമ്മാ മോളെ, അവള് കൊച്ചല്ലേടി. കൊച്ചാണെങ്കിലും നാക്കണേണ് ഇത്രയുണ്ട്. അത് നിങ്ങളെല്ലാവരും കൊച്ചിലെങ്ങനെ ആയിരുന്നു? ആ